ഉണ്ടാവും ഭഗവാനെ പറ്റി പറയാൻ, ഒരുപാട് കാണും. അത് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും, വിശ്വസിക്കാതിരിക്കാൻ പറ്റും. പക്ഷെ അവിടുത്തെ പൂജാരി, ഇപ്പൊ ഒരാളാണ് പറയുന്നതെങ്കിൽ ശരി, പക്ഷെ ഇത് എല്ലാവരും അവിടുന്ന് തൊഴുതിറങ്ങുന്ന എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഭഗവാൻ നേരിട്ട് കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. മാത്രമല്ല അവിടെ തൊഴാൻ പോകുന്ന ആൾക്കാർ, അതായത് എന്തെങ്കിലും അവിടെ ഭഗവാന് വേണ്ടിയിട്ട് തൊഴാൻ പോകുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അനുഭവങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ വളരെ പ്രത്യേകപ്പെട്ട അല്ലെങ്കിൽ വളരെ എന്താണ് പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ഗുരുവായൂരമ്പലം. ഗുരുവായൂരമ്പലം എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഇന്ന് ഗുരുവായൂരമ്പലത്തിന്റെ അനുഭവങ്ങളെ പറ്റി, അവിടുത്തെ കഥകളെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കഥകളുണ്ട്. കാരണം ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. ചിലവർക്ക് ഭഗവാൻ അവിടെ ദർശനം കൊടുക്കും, ചിലവർക്ക് ഇപ്പൊ ഒന്നും ഇല്ലാതെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ചിലപ്പോൾ ചിലർ പൈസ ഒന്നും ഇല്ലാതെ അമ്പലത്തിൽ പോകും. എന്നാൽ അവർക്ക് ഭഗവാൻ എന്ത് ചെയ്യും, തിരിച്ചു പോകാനുള്ള കാര്യങ്ങളും എല്ലാം ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ശരിക്കും അവിടെ പോകുന്നവരെല്ലാം ഭഗവാനെ ശരിക്കും കണ്ടിട്ട് ഇറങ്ങുന്ന ഒരിതാണ്. മാത്രമല്ല അവിടെ പോകുന്നവർക്ക് ദർശനം കൊടുക്കാതെ ഭഗവാൻ തിരിച്ചിറക്കാറില്ല. ഒന്നുമില്ലെങ്കിൽ ശീവേലി സമയത്ത് ഭഗവാൻ വെളിയിൽ ഇറങ്ങി ദർശനം കൊടുക്കും. അകത്ത് കയറാൻ ഒട്ടും പറ്റാത്ത ആൾക്കാർക്കാണ്. അങ്ങനെ ആൾക്കാർ വരാറില്ല, കാരണം ഭഗവാൻ എല്ലാ ഭക്തരെയും എപ്പോഴും അകത്ത് കയറ്റി തൊഴിക്കാറുണ്ട്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തില് ഇനി പോവാൻ പറ്റാത്ത കുറച്ച് പേര് കാണും. വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം എന്തെങ്കിലും അനുസരിച്ച് ഇപ്പൊ ഒരുപാട് ദൂരെയുള്ള അമ്പലത്തിൽ പോവാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരെ വരെ ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തിക്കും. അത് ചിലപ്പം ഭഗവാൻ എന്തെങ്കിലും രീതിയിൽ എത്തിക്കും. പക്ഷേ ഇപ്പൊ അത്രയ്ക്ക് ഇതല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു രീതിയിൽ ഭഗവാൻ തന്നെ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ അവിടെ നിന്നാ മതി, നിങ്ങളെ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന രീതിയിൽ പറയും. പൂന്താനത്തിന്റെ അടുത്ത് ഭഗവാൻ ഒരിക്കൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് പൂന്താനം വയസ്സായി ഇനി അമ്പലത്തിൽ പോവാൻ പറ്റാത്ത അവസ്ഥയായപ്പോ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആ പൂന്താനത്തിന്റെ അടുത്ത് അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്നാണ് ഭഗവാൻ പറയാം. അപ്പൊ ഭഗവാന്റെ ഭക്തരെ നമുക്ക് കാണാതിരിക്കാൻ ഭഗവാനെ പറ്റുമെങ്കിലും ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ ഭക്തരെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഭഗവാന് നമ്മളടുത്ത് അത്രയും സ്നേഹമാണ്. ചിലപ്പോൾ നമുക്ക് സ്നേഹമൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പോവെങ്കിലും ഭഗവാന്റെ സ്നേഹം എപ്പോഴും അതേപോലെ തന്നെ നിൽക്കും. കാരണം ഒരിക്കൽ നമ്മൾ ഭഗവാന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും അത് വിടത്തില്ല. പക്ഷെ പിടിച്ചാലേ ഭഗവാൻ വിടത്തില്ല. ഇല്ലെങ്കിൽ നമ്മളിപ്പോ വിടണം എന്ന് ആഗ്രഹിച്ചാലും ഭഗവാൻ അത് വിടത്തില്ല, ഭഗവാൻ അത് മുറുക്കെ പിടിക്കും. അപ്പൊ ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തില് ഒരു അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും വളരെ ദൂരെയാണ് ആ അമ്മ താമസിക്കുന്നത്, നല്ല ദൂരെയാണ് താമസിക്കുന്നത്. അപ്പം ആ അമ്മയ്ക്ക് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വേറെ ആരും കൂടെ ഒന്നുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ അമ്മ താമസിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ എത്രയോ വർഷത്തെ അമ്മയുടെ കൊച്ചിലെ പോയിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ അമ്മ അധികം ചെലവും കാര്യങ്ങളൊന്നും അമ്മയ്ക്കില്ല. അടുത്തൊരു അമ്പലമുണ്ട്, കൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട്. ഈ അമ്മ അവിടെ പോകും, രാവിലെ പോകും. അവിടുന്ന് പ്രസാദമൊക്കെ അവിടുന്ന് തന്നെ 3 നേരം പ്രസാദം കിട്ടും, അത് കഴിക്കും. പിന്നെ കുറച്ച് അരിയൊക്കെ ഈ അവിടെയുള്ള നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് കുറച്ച് അരിയൊക്കെ കൊടുക്കും. അതൊക്കെ വെച്ചാണ് അമ്മ താമസിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ താമസിക്കും. പിന്നെ വയസ്സായത് കൊണ്ട് തന്നെ ജോലിയൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മ താമസിക്കാറുണ്ട്. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല. ഇവരിങ്ങനെ കൊടുക്കുന്നതല്ലാതെ അമ്മയുടെ കയ്യിൽ ചെലവിനായിട്ട് അങ്ങനെ പൈസയൊന്നുമില്ല. അപ്പൊ ഇവരോടൊന്നും ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ വേണമെന്ന് ചോദിക്കാനും പറ്റത്തില്ല. അപ്പൊ അമ്പലം നല്ല ദൂരെയാണ്. ഇനി നടന്നു പോകാൻ പറ്റും, പക്ഷെ നടന്നു പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷെ നടന്നു പോകാൻ പറ്റും, അല്ലെങ്കിൽ വണ്ടിയിൽ പോകണം. ബസ്സിൽ പോവുകയാണെങ്കിൽ നേരത്തെ എത്താൻ പറ്റും. പക്ഷെ നടന്നു പോയാൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് നടന്നു പോകാനും പറ്റത്തില്ല, വയ്യാത്ത ആളാണ്. എന്നാൽ ബസ്സിൽ പോകാനാണെങ്കിൽ അമ്മയുടെ കയ്യിൽ അത്രയ്ക്ക് കാശൊന്നുമില്ല. അങ്ങനെ ഈ അമ്മ വിചാരിച്ചു എന്ത് ചെയ്യും. പക്ഷെ ഭഗവാനെ കാണുന്ന ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ പറഞ്ഞില്ലേ, തൊട്ടടുത്തൊരു കൃഷ്ണ ക്ഷേത്രമാണുള്ളത്. അവിടെ ഇങ്ങനെ പോകുമ്പോൾ പൂജാരിമാരൊക്കെ ഈ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം വർഷങ്ങളായിട്ട് ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ച് തന്നെയാണ് ഈ അമ്മ ജീവിക്കുന്നത്. അങ്ങനെ ഭഗവാനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പം ഒരു കാര്യം ചെയ്യാം, എന്തെല്ലാം വരട്ടെ, ഞാൻ നടന്നു പൊക്കോളാം, ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നടന്നു പൊക്കോളാം എന്ന് പറയാണ്. അപ്പൊ ഈ അമ്മ നടന്നു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ നടന്നു പോവുകയാണെങ്കിൽ മിനിമം ഒരു കുറെ സമയം എടുക്കും. ഇപ്പൊ രാവിലെ പോവുകയാണെങ്കിൽ വൈകിട്ടേ അവിടെ എത്തത്തുള്ളൂ, അത്രയും ദൂരമുണ്ട്. അപ്പൊ അതുകൊണ്ട് നടന്നു പോകണമെങ്കിൽ കുറെ സമയം എടുക്കും.
ഈ അമ്മ ഇച്ചിരി വയസ്സായ ആളാണ്, എന്നായാലും ഭഗവാനെ കാണണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ കാരണം ഈ അമ്മ പോവാന്ന് വിചാരിക്കുകയാണ്. ആ ഉറച്ച വിശ്വാസത്തിൽ എനിക്ക് ഭഗവാനെ കാണണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ ഈ അമ്മ പോവാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഈ അമ്മ അടുത്ത ദിവസം പോവാൻ വേണ്ടി രാത്രി ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോയതും ഒരു അവിടെ നിന്ന് ഇങ്ങനെ പോയത് അവിടുത്തെ ഒരു കസേരയില് അമ്മയുടെ മുട്ട് തട്ടാണ്. അപ്പൊ അത് ഒന്നാതെ ആ മുട്ട് വയ്യാതിരിക്കുകയാണ്. കസേരയിലും കൂടെ തട്ടുമ്പോഴത്തേക്കും അതിന് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുകയാണ്. അങ്ങനെ മുട്ട് ഭയങ്കരമായിട്ട്, ഒന്ന് വയസ്സായ ആൾക്കാരെ എവിടെ ചെറുതായിട്ടൊന്ന് തട്ടിയാലും അവര് ശരീരത്തിൽ അത്രയും വേദന ഉണ്ടാക്കും. കാരണം അവര് ആ സമയത്ത് അവരുടെ ബോൺസും കാര്യങ്ങളൊക്കെ കുറച്ച് വീക്കായിട്ടുള്ള വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറുതായിട്ടൊരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് വലുതായിട്ട് അവർക്ക് വേദന ഉണ്ടാക്കാം. അതേപോലെ ചെറുതായിട്ട് ഇപ്പൊ തട്ടിയപ്പോ ഒന്നതേ മുട്ട് വയ്യാതിരുന്ന ഒരു വ്യക്തിയാണ്, അപ്പം മുട്ട് ഭയങ്കരമായിട്ട് വേദനയായി. അപ്പൊ ഈ അമ്മ നാളെ നടന്നു പോവാന്ന് വിചാരിക്കണം. അപ്പൊ ഈ മുട്ട് വേദനയും വെച്ച് നടന്നു പോവാനും പറ്റത്തില്ല. കാരണം ഇതിപ്പോ നടന്നു പോയി എവിടെയെങ്കിലും എത്തിയിട്ട് ഈ മുട്ട് ഭയങ്കര വേദനയായി തിരിച്ചു വരണം, യാത്ര പോവാൻ ഭഗവാന്റെ അവിടെ പോവാനും പറ്റത്തില്ല, തിരിച്ചു വരാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്യണം എന്നറിയാം. കാരണം അത്രയും ആഗ്രഹിച്ചാണ് നാളെ ഞാൻ എങ്ങനെയെങ്കിലും നടന്നു പോകും എന്ന് പറഞ്ഞിട്ടാണ് അമ്മ കിടക്കാൻ വേണ്ടി വന്നത്. പക്ഷെ ഇതാ ഇപ്പൊ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഇത് പറ്റും. ഇപ്പൊ എന്ത് ചെയ്യും, ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റും? കാരണം ചിലപ്പം അമ്മയുടെ ഇതെന്ന് പറയുന്നത് ചിലപ്പം ഞാൻ നാളെ പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും പോവാൻ പറ്റാതെ ആയാലോ, എനിക്ക് ഭഗവാനെ കണ്ടേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, മുട്ട് വയ്യാതെ നടക്കാൻ പറ്റും, പക്ഷെ ഇത്രയും ദൂരം നടക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞിട്ട് ഉറങ്ങിപ്പോവാണ്, ഭഗവാനെന്ന് വിളിച്ച് ഉറങ്ങിപ്പോവാണ്. അപ്പൊ അമ്മ നോക്കുമ്പോ സ്വപ്നത്തില് ഭഗവാൻ വരാണ്. ഒരു ഭക്തന്മാര് വിളിച്ച ഉറപ്പായിട്ടും ഭഗവാൻ വരും. അത് നമ്മളെ വിളിക്കുന്ന രീതിയായിരിക്കണം. നമ്മൾ വേണോന്ന് വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു സ്നേഹവും ഭക്തി എല്ലാം കൂടെ എടുത്ത് നമ്മൾ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും വരും. അങ്ങനെ ഈ അമ്മ അത്രയും വിഷമം, കാരണം ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോവാന്നും ഭഗവാനെ കാണാന്നുള്ളത്. അത് നടക്കാതെ പോകുന്നുള്ള വിഷമം. കാരണം നമ്മൾ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ തൊട്ട് മുമ്പ് വന്നിട്ട് അത് നടക്കാതെ പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അതേപോലെ ആ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ സ്വപ്നത്തില് ഭഗവാൻ വരാണ്. ഭഗവാൻ വന്നിട്ട് പറയാണ്, അമ്മേ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത്, അഥവാ ഇനി എന്നെ അവിടെ വന്ന് കാണണമെങ്കിൽ വന്ന് കണ്ടോ. എന്റെ ആ പൈസ നാളെ ബസ്സിന് പോവാനുള്ള പൈസ ഞാൻ അമ്മയുടെ അവിടെ വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ അത് ഉപയോഗിച്ച് എന്നെ വന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരും. പക്ഷെ അമ്മ വന്ന് ഇനി ഒരു പ്രാവശ്യം മാത്രം എന്നെ വന്ന് കണ്ട, അത് ഇനി എന്നെ കാണാൻ വരണ്ട, ഞാൻ ഇവിടെ തന്നെ അടുത്ത അമ്പലത്തിലുള്ളത് ഞാൻ തന്നെയാണ്, അമ്മയ്ക്ക് കാണണമെന്നുള്ളപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം, അമ്മ എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ സ്വപ്നത്തിൽ പോവാണ്. അപ്പൊ ഈ അമ്മ അടുത്ത ദിവസം രാവിലെയാണ് എഴുന്നേക്കുന്നത്. അപ്പൊ ഈ സ്വപ്നം കണ്ടിട്ടാണ് ഞെട്ടി എഴുന്നേക്കുന്നത്. അപ്പൊ നോക്കുമ്പോ അവിടെ ആരുമില്ല, ഭഗവാനില്ല. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ സ്വപ്നം കണ്ടതാണോ ഇല്ലാത്തയാണോ, അതായത് ഭഗവാൻ ശരിക്കും നടന്നയാണോ, ഇത് നടന്ന കാര്യമാണോ ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ ആകെപ്പാട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ ഭഗവാൻ പറഞ്ഞു പൈസ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മ നോക്കുമ്പോ ശരിക്കും അവിടെ പൈസ ഉണ്ടായിരുന്നു. ഭഗവാൻ അവർക്ക് ബസ്സിന് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ബസ്സിന് പോകാനുള്ള പൈസ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അത് നോക്കുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പൊ യഥാർത്ഥത്തിൽ ആ സ്വപ്നം നടന്ന ശരിയാണ്, യഥാർത്ഥത്തിൽ ആ അമ്മ കണ്ടത് ഭഗവാനെ തന്നെയാണ്. അപ്പൊ അത്രയും സന്തോഷമാവാണ് അമ്മയ്ക്ക്. കാരണം അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന കാര്യമേ ഉള്ളൂ. ബസ്സിലാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഭഗവാനെ തൊഴുത്ത് അവിടുന്ന് പ്രസാദം കഴിച്ചിട്ട് തിരിച്ച് വരാവുന്ന കാര്യമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്, അമ്മ അങ്ങോട്ട് വരണമെന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒട്ടും പേടിക്കണല്ലോ, ഭഗവാൻ കൂടെ ഇല്ല ഒരു ഉറപ്പ് ഭഗവാൻ തന്നെ നേരിട്ട് കൊടുത്തില്ലേ. ഇതേപോലെ അങ്ങനെ അമ്മ സുഖമായിട്ട് അവിടെ പോയി ഭഗവാനെ തൊഴുകയും തിരിച്ചു വരികയും ചെയ്യാണ്. പിന്നീട് ആ അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ല. ആ ഒരൊറ്റ പ്രാവശ്യമാണ് അത് കഴിഞ്ഞിട്ട് പോയിട്ടുള്ളത്. പിന്നീട് അമ്മ പോയിട്ടില്ല. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അതൊരു കഥ. കാരണം ഭഗവാന് നമ്മളെ ഭക്തി അല്ലെങ്കിൽ നമ്മളെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ അത് നമ്മൾ ഭഗവാന് കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ അത്രയും ഭക്തിയോടെ സ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് പല സാഹചര്യങ്ങൾ കാണും, ഭഗവാനെ വിളിക്കാൻ പറ്റാതെ ഉണ്ടാവും, ചിലപ്പോൾ ഭഗവാന്റെ അടുത്ത് പോവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് വയ്യായ്മ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണം നമുക്ക് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അതൊക്കെ ഒരു പരീക്ഷണമാണ്. ഭഗവാൻ
കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ നേരിടാനാണ് ശ്രമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആരുടെ അനുവാദവും കാര്യങ്ങളും ഭഗവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ഭഗവാനെ നമുക്ക് സ്വന്തമായിട്ട് വിളിക്കാം. നമ്മുടെ ഭക്തി അത്രയും സത്യസന്ധമാണെങ്കിൽ നമ്മൾ വെറുതെ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 24 മണിക്കൂറും ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരുന്നാല്, അല്ലെങ്കിൽ ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നാല്, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നാല് നമ്മള് ബാക്കിയുള്ളവരെ കാര്യം നോക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ വയ്യായ്മ പ്രശ്നങ്ങളൊന്നും നോക്കേണ്ടാവില്ല. നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിലിരുന്ന് മാത്രം നമ്മൾ ഭഗവാനെ വിളിച്ചാൽ മതി. ഉറപ്പായിട്ടും നമ്മുടെ ഭക്തി സത്യസന്ധമാണെങ്കിൽ, നമ്മൾ അത്രയും ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് ഭഗവാനെ വിളിക്കുന്നെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അറിയാനും പറ്റും. നമ്മുടെ ഓരോ ജീവിത സാഹചര്യത്തിലും നമ്മുടെ ഭക്തി സത്യമാണെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ട് അത് ഓരോന്ന് രീതിയിലും നമ്മളെ കാണിച്ചു തരും. നമ്മൾ ഓരോ അപകടത്തിൽ നിന്നും ഭഗവാൻ തന്നെ രക്ഷിക്കുക. അത് നമുക്കറിയാൻ പറ്റത്തില്ല. ഭഗവാൻ ഏത് രൂപേണ വേണമെങ്കിലും വന്നിട്ട് നമ്മളെ രക്ഷിക്കും. പക്ഷെ നമ്മളെ കൊടുക്കുന്ന ഭക്തിയും സ്നേഹവും അത് എപ്പോഴും ഭഗവാന് വേണ്ടി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആർക്കോ വേണ്ടി കൊടുത്തിട്ട് കാര്യമില്ല. ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ അത്രയും, കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നതാണ്. അത് ഭഗവാന് വേണ്ടി തന്നെ ഉപയോഗിക്കാനുള്ളതാണ്. ഇത്രയും പെട്ടെന്ന് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ഇനി ഒരു കഥയുണ്ട്. ഇതും ഒരു ഭക്തയുടെ കഥയാണ്. അപ്പൊ ഇതും ഗുരുവായൂരിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇത് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തൊന്നുമല്ല നടക്കുന്നത്, വേറൊരു ജില്ലയിലാണ് നടക്കുന്നത്. അപ്പൊ അത്രയും ദൂരമുണ്ട്. അങ്ങനെ അവിടെ ഒരു ഭക്തി ഉണ്ടായിരുന്നു. ആ ഭക്ത എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ഭഗവാന്റെ വലിയ ഭക്തയാണ്. പക്ഷെ ഇതേപോലെ അവർക്ക് അവിടെ അമ്പലത്തിൽ പോകാനൊന്നും പറ്റത്തില്ല. കാരണം ആ ഭക്തയുടെ ഭർത്താവ് മരിച്ചുപോയി. കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. പക്ഷെ അപ്പൊ വീട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഭക്ത ജോലി എടുത്തേ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ആ ഭക്ത ജോലിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം 2 മക്കളെയും പഠിപ്പിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അവര് അത്രയും കഷ്ടപ്പെട്ട് ജോലി എടുത്താൽ മാത്രമേ, അപ്പൊ അവർക്ക് അമ്പലത്തിൽ പോവാനോ എടുക്കാനുള്ള സമയവും അതിനുള്ള സാമ്പത്തികവും ഒന്നും അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഭഗവാൻ എപ്പോഴും വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് ജോലി എന്താന്ന് വെച്ചാൽ ഇവര് പെട്ടെന്ന് വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ പോയി സഹായിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി. പ്രത്യേകിച്ച് ഈ പശു ഒക്കെ തൊഴുത്തൊക്കെ ഉള്ളവർക്ക് അവിടെ പോയിട്ട് അവര് പശുവിന്റെ പാലൊക്കെ കറന്നു കൊടുക്കും, പശുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും, പിന്നെ ചാണകമൊക്കെ വരും. അപ്പൊ ഇത് അവരുടെ എന്തായിരുന്നു, ജോലിയായിരുന്നു. അപ്പൊ ഒരുപാട് നാളെ ഇത് ചെയ്ത് വരുമ്പോ ഈ ചാണകം വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ചൊറിച്ചിലുണ്ടാവും. അതിന്റെ ഇത് കാരണം അവരുടെ ആ അമ്മയുടെ കയ്യിൽ ചൊറിച്ചിലുണ്ടാവും. അപ്പൊ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വരും, ചൊറിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഇതാവും. അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു ഏരിയ മുഴുവൻ ചൊറിയും. അപ്പൊ ഈ ചൊറിച്ചില് കാരണം വേറെ ഒന്നും ആ മാതാജിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ത് ചെയ്യാണ്, ഇത് വീണ്ടും ഇതേ ജോലി തന്നെ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കരമായിട്ട് തട്ടയും പിന്നെ ഭയങ്കരമായിട്ട് ചൊറിയേയും, അങ്ങനെ വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ഒരാള് മാത്രമേ ഉള്ളൂ, ആ അമ്മ മാത്രമേ ഉള്ളൂ. ബാക്കി ആ 2 കുട്ടികളെയും മാത്രമല്ല അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അമ്മ ജോലിക്ക് പോവാതിരുന്ന ആ 2 കുട്ടികൾക്കും പ്രശ്നം ഉണ്ടാവും. അവരുടെ വീട് മുന്നോട്ട് പോകത്തില്ല. വേറെ ആരും അവരെ സഹായിക്കാനും എടുക്കാനും ഇല്ല. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ഈ ചൊറിച്ചിലും വെച്ചുകൊണ്ട് ജോലിക്ക് പോകാനും പറ്റത്തില്ല. പിന്നെ ഡോക്ടറിനെ കാണിക്കാനുള്ള പൈസയും കാര്യങ്ങളൊന്നും ആ അമ്മയ്ക്കില്ല. അതുകൊണ്ട് ഈ അമ്മ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ആകെപ്പാടെ ഒരു ആശ്രയമുള്ളതെന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ആ ഭഗവാനെ തന്നെ വിളിക്കാന്ന് വിചാരിക്കുകയാണ്. കാരണം ഡോക്ടറിന്റെ അടുത്ത് പോകാനുള്ള പൈസ പോലും ഇല്ല. അവർ അത്രയും ശേഖരിച്ച് വെക്കുന്നത് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനും പിന്നെ അവരുടെ സ്കൂളിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഡോക്ടറിന്റെ അടുത്ത് പോയി കാണിക്കാനുള്ള പൈസ ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ടാണ് ആ അമ്മ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കാന്ന് പറയാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പറയാണ്, അമ്മ ഭഗവാനെ വിളിച്ചിട്ട് പറയാണ്, എന്റെ ഈ ചൊറിച്ചില് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ ഗുരുവായൂർ വന്നിട്ട് ചാണകം കൊണ്ട് തുലാഭാരം ചെയ്യും എന്ന് പറയാണ്. അപ്പ അമ്മയ്ക്ക് കിട്ടിയ ഒരു ഇതാണ് ചാണകം കൊണ്ട് തുലാഭാരം ചെയ്യും എന്ന് പറയാണ്, ഈ ചൊറിച്ചില് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞ ഒരു അത്ഭുതം പോലെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അമ്മയുടെ ചൊറിച്ചില് ചെറുതായിട്ട് കുറയാൻ തുടങ്ങും. അങ്ങനെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ആ ചൊറിച്ചില് പൂർണ്ണമായിട്ടും മാറും. അപ്പൊ ഭഗവാന്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും ആ ചൊറിച്ചില് മാറുകയും ആ അമ്മയ്ക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോ ജോലികളൊക്കെ ചെയ്ത് ആ കുട്ടികളെ വളർത്താണ്. ആ കുട്ടികള് നന്നായിട്ട് വളരുകയാണ്. അവര് പഠിച്ചൊരു ജോലി വാങ്ങുകയും ചെയ്യണം. അപ്പൊ അവരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി
ഇച്ചിരി വലിയ നല്ല കാശുകാരൊക്കെ ആവാണ്, വലിയ ഇതാണ്. അപ്പൊ ഈ പോകുന്നതിനിടയ്ക്ക് ഈ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞത് ഈ തുലാഭാരത്തിന്റെ കാര്യമൊക്കെ ഈ അമ്മ മറന്നു പോവാണ്. അങ്ങനെ ഒരു ഓണത്തിന്റെ അന്ന് ഈ അമ്മ, നമ്മൾ സാധാരണ ഓണത്തിന്റെ അന്ന് അത്തപ്പൂക്കൾ ഇടുന്നതിന് മുമ്പ് ചിലവര് ചാണകം മെഴുകാറുണ്ട്. അതേപോലെ ഈ അമ്മ എന്നിട്ട് ചാണകം മെഴുകാണ്. ആ സമയത്ത് വീണ്ടും അമ്മ ഒന്നും ഓർക്കുന്നില്ല, പണ്ടത്തെ കാര്യമൊന്നും ഓർമ്മയില്ല. അപ്പൊ ഇത് മെഴുകുന്ന സമയത്ത് വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും ചൊറിച്ചില് വരാണ്, ആ കയ്യിൽ വീണ്ടും ചൊറിച്ചില് വരാണ്. അപ്പൊ ഈ അമ്മ നോക്കുമ്പോ ഈ ചൊറിച്ചില് വരുന്ന സമയത്താണ് ഈ അമ്മ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. പണ്ട് ഇതേപോലെ ഗുരുവായൂരമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുലാഭാരം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും ചൊറിച്ചില് വരാണ്. അപ്പൊ അമ്മ പറയാണ് ഗുരുവായൂരമ്പലത്തിൽ പോയേ പറ്റൂ എന്ന് പറയാണ്. അങ്ങനെ മക്കളും അമ്മയുമായിട്ട് ഗുരുവായൂരമ്പലത്തിലോട്ട് പോവാണ്. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഗുരുവായൂരമ്പലത്തിലോട്ട് പോവാണ്. പോകുന്ന സമയത്ത് പക്ഷെ അമ്മ പറഞ്ഞത് ചാണകം കൊണ്ട് തുലാഭാരം ചെയ്യാന്നാണ്. എന്നാ അവിടെ പോയിട്ട് എങ്ങനെയാണ് പറയാ ചാണകം കൊണ്ട് തുലാഭാരം ചെയ്യണം എന്നൊക്കെ? സാധാരണ അമ്പലത്തില് ചാണകം കൊണ്ട് ബാക്കിയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ചെയ്യാറ്. പഴം, പഞ്ചസാര, ശർക്കര ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. ചാണകം കൊണ്ട് ചെയ്യാൻ എങ്ങനെ പറയും എന്ന ആ ഒരു ഇതിൽ നിൽക്കാണ്. അപ്പോ അമ്മ പോകുമ്പോ അമ്മ പോയിട്ട് അവിടെ എന്താ പറയാ തുലാഭാരം, ഭഗവാന് നല്ല വൃത്തി തൊഴിലാണ്. അത് കഴിഞ്ഞിട്ട് തുലാഭാരത്തിന്റെ അവിടെ പോയിട്ട് ചാണകം എന്ന് പറയാൻ മടിയായതുകൊണ്ട് തന്നെ പഞ്ചസാര കൊണ്ട് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അമ്മ ഇരിക്കുകയാണ്, പഞ്ചസാര കൊണ്ടുവരാൻ. പക്ഷെ എത്ര പഞ്ചസാര വെച്ചിട്ടും ആ ത്രാസ് നേരെ നിൽക്കുന്നില്ല, അത് താന്ന് തന്നെയാണ് നിൽക്കുന്നത്. അമ്മയുടെ ത്രാസ് ഈ പഞ്ചസാരയുടെ ഇതാണ് പൊങ്ങി നിൽക്കുന്നത്, അത് നേരെ ആകുന്നേ ഇല്ല എത്ര ഇത് വെച്ചിട്ടും. അപ്പൊ അവര് കുറെ പഞ്ചസാര ഇടാണ്, പക്ഷെ കൂടുന്നില്ല. അപ്പൊ അതുകൊണ്ട് പഞ്ചസാര മാറ്റിട്ട് അവര് അവിടെ ഈ ത്രാസ് നേരെ ആയില്ലെങ്കിൽ വേറെ വസ്തുക്കൾ വെച്ച് നോക്കാറുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് പഴം വെച്ച് നോക്കാണ്. പഴം വെച്ച് നോക്കിയിട്ടും ഒന്നുമില്ല, അത് നേരെ തന്നെ നിൽക്കണം. അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോ സാധാരണ ഈ അമ്പലത്തിൽ വരുമ്പോ എന്ത് ചെയ്യാണ്, ഈ ത്രാസ് നേരെ ആയില്ലെങ്കിൽ തന്ത്രിയെ വിളിച്ചിട്ട് ദേവപ്രശ്നം വെക്കും, അതായത് പ്രശ്നം വെക്കും. കാരണം ആ സാധാരണ ത്രാസ് ഒരിക്കലും ഇതാവാറില്ല, നേരെ ആവാതിരിക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം, ഭഗവാന്റെ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആ ത്രാസ് താഴാതിരിക്കുള്ളൂ. അപ്പൊ പ്രശ്നം വെക്കുമ്പോൾ അത് അവിടെ തെളിഞ്ഞു വരും, എന്നിട്ട് അവർ അതിനെ പരിഹാരം ചെയ്യും. അത് ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്ത്രിയെ വിളിക്കുകയാണ്. അങ്ങനെ തന്ത്രിയെ വിളിച്ച് പ്രശ്നം വെക്കുമ്പോഴേക്കും അത് തെളിഞ്ഞു വരാണ്. അപ്പൊ തന്ത്രി പറയാണ്, അമ്മ പഞ്ചസാരയിൽ തന്നെയാണോ ഭഗവാൻ തുലാഭാരം നേർന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോ ആ അമ്മ ആദ്യം ഒന്ന് ഇതേതെങ്കിലും, പിന്നെ പറയാണ് അല്ല ചാണകത്തിലാണ് നേർത്തതെന്ന് പറയാണ്. അപ്പൊ അതാണ് കാര്യം, ഭഗവാൻ എന്താണോ നേർന്നത് അതാണ് കൊടുക്കേണ്ടത്, വേറൊന്നുമല്ല. അങ്ങനെ പെട്ടെന്ന് അതൊക്കെ മാറ്റിയിട്ട് ചാണകം കൊണ്ടുവരാണ്. എന്നിട്ട് അത് വെച്ചിട്ട് തുലാഭാരം ചെയ്യുമ്പോൾ കറക്റ്റ് ആ ത്രാസ്, ആ അമ്മയുടെ ത്രാസ് പൊങ്ങി മറ്റേ ത്രാസ് താഴെയും ചെയ്യണം. അങ്ങനെയാണ് തുലാഭാരം അവിടെ കംപ്ലീറ്റ് ആവുന്നത്. കാരണം ഈ ത്രാസ് പൊങ്ങിയാൽ മാത്രമേ തുലാഭാരം കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ തുലാഭാരം അവിടെ കഴിയാണ്. അപ്പോ എന്നിട്ട് ആ തന്ത്രി പറയാണ്, ഭഗവാന്റെ മുമ്പില് എന്നില്ല ചെറുതോ വലുതോ ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്നത് എന്തായാലും അത് ഭഗവാന്, നമ്മള് കൊടുക്കുന്ന രീതി അനുസരിച്ച് അത് ഭഗവാൻ എന്ത് ചെയ്യാണ്, സ്നേഹവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തെയാണ്, ഇത് കഴിഞ്ഞിട്ട് ആ അമ്മ തിരിച്ച് വീട്ടിൽ പോവാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോ അമ്മയുടെ കയ്യിലെ ചൊറിച്ചിൽ, ആ വന്ന ചൊറിച്ചില് പൂർണ്ണമായിട്ടും പോവാണ്. അപ്പൊ ഇതേപോലെ ഭഗവാന് നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ വലിയ പൈസ ഒന്നുമില്ല, ഭഗവാൻ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തർ വലിയ വലിയ സ്വർണവും കാര്യങ്ങളും ഒക്കെ ഭഗവാന് കൊടുക്കുന്നു, ഒന്നുമില്ല. ഭഗവാൻ ഇപ്പൊ ഇവിടെ കണ്ടില്ല, ഈ ഭഗവാന് അത്രയും വലിയ അവിടുത്തെ ഏറ്റവും വലിയതായിട്ടുള്ള പഞ്ചസാരയും ശർക്കരയും അതേപോലെ ഈ ചാണകവും ഭഗവാനെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ്. കാരണം ഭഗവാൻ അവിടെ നോക്കുന്നത് ഭക്തിയാണ്. ഭഗവാന്റെ മുമ്പിൽ ചെറിയ ആളോ വലിയ ആളോ ഒന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ നോക്കുന്നത് ഭക്തി മാത്രമാണ്. ഭഗവാന് വേണ്ടത് നമ്മുടെ ഭക്തി തന്നെയാണ്. അത് മാത്രം നമ്മൾ ഭഗവാന് കൊടുക്കുക, വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ഭഗവാന് നമ്മുടെ ഭക്തി സ്നേഹം കൊടുക്കുക. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേട്ടായിരുന്നോ എല്ലാരും? തീർന്നു മോളെ, എത്ര പെട്ടെന്ന് തീർന്നു. ഈ കമന്റ്സ് പെട്ടെന്ന്